വെൽക്കം ബാക്ക് എക്സലന്റ് അക്കാദമിയുടെ പുതിയൊരു യൂട്യൂബ് ചാനലിലോട്ട്. വെൽക്കം ബാക്ക് എക്സലന്റ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയായിരുന്നു, ഫോർമുലാസ് എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയ പാർട്ട് 2 ആണ് ഇന്ന് നമ്മളിവിടെ നോക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നമ്പർ ഓഫ് ടേംസും കുറച്ച് സമ്മിൻ്റെ കാര്യങ്ങളും ഫോർമുലാസും അതിൻ്റെ കുറച്ച് നമുക്ക് എന്തായാലും പ്രോബ്ലം. അടുത്തതെന്ന് പറയുന്നത് നാലാമത്തെ ടേമാണ് നമ്പർ ഓഫ് ടേംസ് ഇൻ എ മാത്തമാറ്റിക് സീക്വൻസ്. അതായത് ഇതിൽ എത്ര സീക്വൻസ്, ഇതിൽ എത്ര എണ്ണം ഉണ്ട്, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് n ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്ന് പറയുന്നത്. ഇതിൽ xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം, നമ്മൾ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ ഓർത്ത് വെച്ചത്. ഇവിടെ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. ചിലരത് a ആയിട്ട് എടുക്കാറുണ്ട്, ചിലർ f ആയിട്ട് എടുക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കോമൺ ഡിഫറൻസിൽ. x1 എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ടേം ആണ്, ആൻഡ് d ഈസ് ദ കോമൺ ഡിഫറൻസ്. അത് വെച്ചിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ +1 എന്ന് പറയുന്നത് അവസാനമേ കൂട്ടാൻ പാടുള്ളൂ. പിള്ളേർ എന്ത് ചെയ്യാറുണ്ട്, ഇതിന്റെ കൂടെ അങ്ങ് +1 എഴുതിയിട്ട് +1 ഇത് ഇവിടെ എഴുതും. ഇത് എഴുതി കഴിഞ്ഞാൽ അത് എന്താണ്, തെറ്റാണ് കേട്ടോ. +1 അവസാനമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൂട്ടാൻ പാടുള്ളൂ. അതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനെ പോലത്തെ വേറെ ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ഇതാ. നോക്കിക്കേ, ഹൗ മെനി ടേംസ് ഇൻ മാത്തമാറ്റിക് സീക്വൻസ് 11, 16, 21 എന്നുകൊണ്ട് 121 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് എന്ത് തന്നിരിക്കണം, ലാസ്റ്റ് ടേം നമുക്ക് എന്ത് ചെയ്യും, ഫിക്സ്ഡ് ആയിട്ട് തരും. ഇല്ലാച്ചി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലാസ്റ്റ് ടേം ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, x1 ഉം ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് x. ഓക്കെ ആണല്ലോ, സിമ്പിൾ ആണല്ലോ, നമുക്ക് ചെയ്യാം. n ഈസ് ഈക്വൽ ടു എന്താണ്, xn മൈനസ് x1 ബൈ g പ്ലസ് 1. ഓക്കെ ആണല്ലോ. ഇവിടെ ഫോർമുല എടുക്കുന്ന സമയത്ത് ഇതാ ഞാൻ പറഞ്ഞ ഫോർമുല ബൈ ഹാർട്ട് ചെയ്തിട്ട് പഠിക്കണം. അത് ആ മറ്റേ വീഡിയോയിലുണ്ട്. നിർബന്ധമായിട്ടും അത് കണ്ടു പഠിച്ചോളൂ, അല്ലെങ്കിൽ എഴുതി തന്നെ പഠിച്ചോളൂ. ഓക്കെ, അതാണ് കുറച്ചുകൂടെ മക്കൾക്ക് എളുപ്പം. ഓക്കെ, xn എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട് ഏതാ, xn 1 2 1 അല്ലേ, 1 2 1 മൈനസ് 1 എന്ന് പറയുന്നത് എത്രയാണ്, 11 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കണം. കോമൺ ഡിഫറൻസ് എങ്ങനെയാ, 10 മൈനസ് 11 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന കേട്ടോ, 5 പ്ലസ് 1. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പാടില്ല, 11 കൂടെ 1 കൂട്ടാൻ പാടുമോ, ചെയ്യരുത് കേട്ടോ, ആൻസർ തെറ്റിപ്പോവും. ശ്രദ്ധിക്കാം. ഓക്കെ, 121 121 മൈനസ് 11 സിമ്പിൾ ആണെങ്കിൽ സൈഡിൽ ചെയ്ത് നോക്കില്ല, നമുക്ക് ആൻസർ കിട്ടും. 1 മൈനസ് 1 എന്താ, 0 ആണ്. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്. എത്ര കിട്ടി, 1 1 10 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ എത്രയാ, 5 ആണ്. പ്ലസ് 1. കാരണം ഇനി ഒന്ന് കൂട്ടാൻ പാടുമോ, ഇല്ല. ഇപ്പോഴേ പറ്റുള്ളൂ, ലാസ്റ്റ് വരെ ഈ ഒന്ന് വരും. ഇതിലൊക്കെ എന്തായിരുന്നു, എഫ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യും, ഇത് കൂട്ടും. നമ്മൾ എന്ത് ചെയ്യും നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. 110 ഡിവൈഡഡ് ബൈ 5, 10 2 പ്രാവശ്യം പോവും, 10 വീണ്ടും ബാക്കി 1 10 പോവും, 2 പ്രാവശ്യം പോവും. ഓക്കെ ആണല്ലോ. എന്ത് കിട്ടിയ ആൻസർ എന്ത് കിട്ടും, 22. പിള്ളേർ എന്ത് ചെയ്യും, ഇവിടെ വെച്ച് നിർത്തും. ആര് ചെയ്തില്ല, +1 ചെയ്യാൻ മറന്നുപോയി, ആൻസർ തെറ്റിയില്ലേ. അതുകൊണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ആണ്. ഓക്കെ, വരെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചില്ലേ, എന്നിട്ട് പിന്നെ തെറ്റിക്കാൻ പറ്റുമോ, ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ. ഇവിടെ എന്ന് പറയുന്നത് എന്താ, 23 ടേംസ്. എത്രയുണ്ട്, 23 എന്ന് പറയുന്നത് ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്നാണ് അർത്ഥം. ഇല്ല, ഇതിൽ എത്ര ടേമുകളുണ്ട്, 121 എന്ന് പറയുന്നത് എത്രാമത്തെ ടേമാ, 23ാമത്തെ ടേമാണ്. നമ്മൾ എന്ത് ചെയ്തു, സപ്പോസ് ചോദിക്കുകയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ്, എന്താ പറയുക, 220 എന്ന് പറയുന്നത് ഇതിലൊരു ടേം ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കും. യെസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു കോളൊക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, 120 ഞാൻ പറയട്ടെ, 220 ഇതിലൊരു ടേം ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കണം. ഈ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു ഹോൾ നമ്പർ ആയി കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, അത് ഇൻക്ലൂഡഡ് ആവുള്ളൂ. നിങ്ങൾ മക്കളിവിടെ നോക്കി, അപ്പൊ 220 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കണം, ലാസ്റ്റ് ടേം ആണ് അവർ പറഞ്ഞിട്ടുണ്ട്, ലാസ്റ്റ് ടേം ആയിട്ട് എടുക്കണം. എങ്ങനെ ചെയ്യും, 121 മൈനസ് x1 മൈനസ് കേട്ടോ, xn എത്ര, 220 മൈനസ് x1 എത്ര, 11 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1. ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് നോക്കി നോക്കാം. എന്താ, 220 മൈനസ് 1 എന്ന് പറയുന്നത് 250 ഡിവൈഡഡ് ബൈ 5 പ്ലസ് 1. നോക്കി 209 എഴുതിയ കാണൂ.
209 ഡിവൈഡഡ് ബൈ 5. ഓക്കെ, 2 20 4 പ്രാവശ്യം പോയി 20 ബാക്കി 9 എത്ര പ്രാവശ്യം പോയി? 1 പ്രാവശ്യം പോയി. ബാക്കി എന്ത് വന്നു? 4 പോവില്ല. സോ നമ്മൾ എന്തൊക്കെ പോയിന്റ് ഇട്ടു? 0 to 40. അപ്പൊ എത്ര കിട്ടി? 41.8. കണ്ടോ, പോയിന്റ് സംഖ്യ വന്നാൽ എന്താല്ല, ഇത് ഇതിൽ ഇൻക്ലൂഡഡ് അല്ല എന്നർത്ഥം. ഓക്കെ, ആര് 220 എന്ന് പറയുന്ന ടേം ഇതിൽ included. അതായത് നമ്മൾ പറയോ 41ാമത്തെ ടേം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ 41ാമത്തെ ടേം അല്ലെങ്കിൽ 42ാമത്തെ ടേം. ഇതിന്റെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ എന്തല്ല, അതിന്റെ ടേം അല്ല. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഈ പ്രോബ്ലം വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫോമിൽ വെച്ചിട്ട് ബേസ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. ഇന്ന ടേം ഇതിൽ ഇൻക്ലൂഡഡ് ആണോ, ഇന്ന ടേം ഇൻക്ലൂഡഡ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാറ്. അത് വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് ഇങ്ങനെയുള്ളത്. ആണല്ലോ. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യം കോമൺ ഡിഫറൻസ് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? സം ഓഫ് ടേംസ് എന്ന് പറഞ്ഞിട്ട് ഓഡ് ഈവൻ എന്ന് പറഞ്ഞിട്ട് ടേം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടേം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? നമ്പർ ഓഫ് ടേംസ് പഠിച്ചു. സോ നമ്മുടെ വീഡിയോന്റെ ലാസ്റ്റ് സെഷനിലോട്ട് കിടക്കുകയാണ്. സം ഓഫ് n ടേംസ് ഓഫ് എൻ അഡ്വാൻറ്റേജ്. കാരണം ആ സം അല്ല ഈ സം എന്ന് പറയുന്നത്. അവിടെ ഓഡ് നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ അവിടെ എന്ത് തന്നിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ? അത് ഇത് നമ്മൾ എങ്ങനെ സാറ് തിരിച്ചറിയും? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താ, അവിടെ എന്ത് തരും? അവിടെ എന്ത് തരത്തില്ല? എന്ത് തരത്തില്ല? കോമൺ ഡിഫറൻസ് തരത്തില്ല, ഫസ്റ്റ് ടേം തരത്തില്ല. ഇവിടെ കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം ഒക്കെ തരും, ഒരു വലിയ സീക്വൻസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 3 ഫോർമുലാസ് ഉണ്ട്. ഏതെങ്കിലും ഒന്ന് തറവ്, ബുദ്ധിമുട്ടുള്ളവർ ഏതെങ്കിലും ഒന്ന് തറവായിട്ട് പഠിക്കും. ഈ 3 ഫോർമുലാസ് എങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിയേ, സം ഓഫ് n ടേംസ് ഓഫ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു, ഈ ബ്രാക്കറ്റിന് ഇൻറ്റു എന്നാട്ടോ പറയുന്നത്, 2f പ്ലസ് n-1 ഇൻറ്റു d. ഇത് നേരത്തെ കണ്ട അതേ ഫോർമുലയുള്ള ആൾക്കാർ ആരാ? n എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, 2 ഒക്കെ അവിടെ ഉള്ളതാണ് കേട്ടോ. ഓക്കെ, പ്ലസ് n എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്പർ ഓഫ് ടേംസ്, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഓക്കെ ആണല്ലോ, പുതുതായിട്ടൊന്നും പറയാനില്ല. എല്ലാം നമുക്ക് അറിയുന്ന സാധനങ്ങളാണ്. ഓക്കെ, അടുത്ത ഫോർമുല എന്ന് പറയുന്നത് n/2 ഇൻറ്റു xn പ്ലസ് x1. ഈ xn പ്ലസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ അവിടെ എന്ത് കണ്ടു? ഒരു മൈനസ് കണ്ടു. എവിടെ കണ്ടേ? കണ്ടോ? അപ്പോൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേർ തെറ്റിക്കാറുണ്ട്. ഇവിടെ xn മൈനസ് x1 ആണ് ആരേല്? എന്നിന്റെ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയിൽ. തമ്മിൽ അതെന്താവും? xn പ്ലസ് x1 ആണ്. സോ അങ്ങനെയും മിസ്റ്റേക്സ് വരുത്താറുണ്ട്. സോ ഇതൊക്കെ പറഞ്ഞു തരുന്നത് മിസ്റ്റേക്സ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശ്രദ്ധിച്ച് പഠിക്കുക. സോ Sn എന്ന് പറയുന്നത് Sn is equal to n/2 ഇൻറ്റു xn പ്ലസ് x1 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്, x എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം, x1 എന്ന് പറയുന്നത്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് വേറൊരു ഫോർമുല യൂസ് ചെയ്യാം. Sn is equal to half an ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു np എന്ന് പറയുന്നത്. ഓക്കെ, വേർ p is equal to f മൈനസ്, ഇതുപോലത്തെ നമ്മൾ ഫോർമുല xn പഠിച്ചില്ലേ? പിന്നെ എന്തായിരുന്നു? an പ്ലസ് ബി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പഠിച്ചില്ലേ? ഉണ്ടോ? an പ്ലസ് ബി എന്ന് പറയുന്ന ഈ സാധനം, ഇതിന്റെ സമ്മിന്റെ ഫോർമുല ആണ് എന്ത്? ഇവിടെ തന്നിരിക്കുന്ന ഈ ഫോം. ഓക്കെ, അതിൽ എ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ടേം ആണോ? അല്ല കേട്ടോ. ശ്രദ്ധിക്കുക, എപ്പോഴും ശ്രദ്ധിക്കുക. എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. വെർ ബി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അങ്ങനെ ബി കണ്ടുപിടിച്ചിട്ട് ഇതിനോട് കൂടെ ഇൻറ്റു ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്നെണ്ണത്തിനും സെയിം ക്വസ്റ്റ്യൻ 3 ഇങ്ങനെ ചെയ്യുമെന്ന് പറയാം. So find the sum of 25 terms of an arithmetic sequence 11, 16, 21 എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എന്ത് ചെയ്യാൻ? 25 ടേമുകളുടെ, സോ നമ്പർ ഓഫ് ടേംസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. നമ്പർ ഓഫ് ടേംസ് എന്ത് ചെയ്യുക? അത് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാൻ വേണ്ടി. സോ അല്ല, തന്നിട്ടില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ നമ്പർ ഓഫ് ടേംസ് തന്നിട്ടുണ്ട്. സോ എന്താ കണ്ടുപിടിക്കുന്നത്? Sn ആണ് കണ്ടുപിടിക്കുന്നത്. S25 എന്നും എഴുതാറുണ്ട് കേട്ടോ. 25 ടേമിന്റെ ആയതുകൊണ്ട് S25 is equal to n/2 into 2f plus n-1 into d. ഇതിന്റെ കൂടെ തന്നെ ഫോർമുല പറഞ്ഞു പോയി കഴിഞ്ഞാൽ പഠിക്കും കേട്ടോ. n/2 എന്ന് പറയുന്നത് എത്രയാ? 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2f. 2 ഇൻറ്റു f എന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നിട്ടുണ്ട്? 11 പ്ലസ് n-1. n എന്ന് പറയുന്നത് ഇവിടെ വീണ്ടും 25 മൈനസ് 1 ബ്രാക്കറ്റിലിടാൻ മറന്നു പോരുത്, തെറ്റിപ്പോട്ട് ആൻസർ. ഓക്കെ, കോമൺ ഡിഫറൻസ് 5 എന്ന് കിട്ടും. ഓക്കെ, കോമൺ ഡിഫറൻസ് തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, നേരത്തെ ഫോർമുല. സോ ഇവിടെ 25/2 സാറേ ആദ്യം തന്നെ ഇത് 12 ആക്കി എഴുതിയാലോ? അല്ല, വേണ്ട. അത് അതുപോലെ ആക്കി എഴുതുക, നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. സോ അതുകൊണ്ട് അത് അതുപോലെ ആക്കി എഴുതുക. അങ്ങനെ ആവശ്യമില്ലാതെ ചെയ്ത് സമയം കളയണ്ട. ഓക്കെ, 2 ഇൻറ്റു 11 ഈസ് ഈക്വൽ ടു 22.
പ്ലസ് 25 മൈനസ് 1 ഇസ് ഈക്വൽ ടു 24 ഇൻറ്റു 5. ഇനി ഇതും കൂടി കൂട്ടുമോ? ഇല്ല. ആദ്യം എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ചെയ്ത് നോക്കിയേ. 24 ഇൻറ്റു 5. 4 5 20. 0 ബാക്കി 2. 5 ഇൻറ്റു 2 10 12. എത്ര കിട്ടി? 120. ഓക്കെ. സോ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എഴുതി. ഇത് അതുപോലെ തന്നെ ഇറക്കിയത് ലാസ്റ്റ് വരെ. അപ്പൊ എല്ലാ പ്രോബ്ലത്തിനും ലാസ്റ്റ് വരെ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ. സോ 22 നമ്മൾ അതുപോലെ എഴുതി. പ്ലസ് 24 ഇൻറ്റു 5 നമുക്ക് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. സോ ഇനി എന്ത് ചെയ്യണം? ഇതും കൂടി കൂട്ടണം. ഓക്കെ നോക്കിയേ. 120 പ്ലസ് 22 2 4 1 142. നമ്മൾ വീണ്ടും എഴുതുകയാണ്. 25/2 ഇൻറ്റു 142. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഇടയിൽ ഇൻറ്റു ആയതുകൊണ്ട് ഡയറക്റ്റ് എന്ത് ചെയ്യാം? ക്യാൻസലേഷൻ ചെയ്യാം. അപ്പൊ അല്ലാതെ ഇതും ഇൻറ്റു ചെയ്ത് അതുകൊണ്ട് ഇത് ഡിവൈഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ മാത്സ് പരീക്ഷ സമയം ഒട്ടും കിട്ടത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസലേഷൻ മെത്തേഡ് എടുക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 2ല് ഇത് ഓഡ് നമ്പറും ഇത് ഈവൺ നമ്പറും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവരുടെ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? 25ഉം 2ഉം കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. സോ ഇവിടെ 2 ഇവിടെ 14 എത്ര പ്രാവശ്യം? 1ന് പോവില്ല. സോ 14 എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം പോവും. പിന്നെ 2ല് പോവില്ല. 2ല് എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം പോവും. സോ 71 കിട്ടും. 142 നമ്മൾ ഷോർട്ട് ആക്കി എത്ര? 71. 2ല് 2 1 പ്രാവശ്യം. സോ നമുക്ക് എന്ത് കിട്ടും? 25 ഇൻറ്റു 71 ചെയ്ത് ബൈ 1 എന്ന് പറയുന്നത് കോമൺ. ഓക്കെ. അത് ബൈ 1 ചെയ്ത സെയിം നമ്പർ കിട്ടുന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ബൈ 1 ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻറ്റു 1 ഇൻറ്റു 5 5 1 ഇൻറ്റു 2 2 0 7 ഇൻറ്റു 5 5. Okay, 7 into 2 14 14 plus 3 here is 7. Okay, so the answer എന്ന് പറയുന്നത് 177 എന്ന് പറയുന്നതാണ് ആൻസർ. ആണല്ലോ. സിമ്പിൾ ആണ്. കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? സ്റ്റെപ്സ് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ. സോ ഇനി ഇതെങ്ങനെ രണ്ടാമത്തെ ഫോർമുല വെച്ചിട്ട് ചെയ്യും? സാർ ഈ രണ്ടാമത്തെ ഫോർമുല എന്തായിരുന്നു മറന്നുപോയോ? എസ് എൻ ഈസ് ഈക്വൽ ടു എന്താ? n/2 ഇൻറ്റു എക്സ് എൻ പ്ലസ് x1 അല്ലേ? പ്ലസ് അല്ലേ? മൈനസ് അല്ലല്ലോ. ശ്രദ്ധിച്ചോളട്ടോ. ഇവിടെ നമുക്ക് എക്സ് എൻ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ടേം തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? 25ാമത്തെ ടേം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും സാറേ? എക്സ് 25 കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല ഞാൻ പറഞ്ഞോ. എക്സ് എൻ എന്തായിരുന്നു? എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു അല്ലേ? എഫ് എന്ന് പറയുന്നത് എത്രയാ? 7 പ്ലസ് എൻ എന്ന് പറയുന്നത് എത്രയാ? 24 മൈനസ് 25 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 5 അല്ലേ? ഇസ് ഈക്വൽ ടു 11 പ്ലസ് 24 ഇൻറ്റു 5 അല്ലേ? 24 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 20/2 120 അല്ലേ? 11 പ്ലസ് 120 ആണല്ലോ. എത്ര കിട്ടും? 131 എന്ന് കിട്ടും. ഇതാണ് എന്ത്? നമ്മുടെ 25th ടേം എന്ന് പറയുന്നത്. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഓ സാർ അത് 2 സ്റ്റെപ്പില്ലേ? ഈ സ്റ്റെപ്പ് വളരെ ചെറുതാണ്. നോക്കി നോക്കിയേ. 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്താണ്? 131 പ്ലസ് എന്ത് കിട്ടും? 111 കിട്ടും. 11. ഓക്കെ. എത്ര കിട്ടും? 142. 25 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 142. ഓക്കെ. നേരത്തെ കിട്ടിയ അതേ സാധനമല്ലേ? നോക്കി ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25/2 ഇൻറ്റു 142 കണ്ടോ? അതേ സ്റ്റെപ്പിലോട്ട് വന്നു. ഇവിടെ എന്താ? 2 സ്റ്റെപ്പിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ എന്ത് കണ്ടുപിടിച്ച് വെക്കണം? 25 കണ്ടുപിടിച്ച് വെക്കണം. സോ ഇതിന് നമുക്ക് ആൻസർ 176 ആണോ? മനസ്സിലായോ മക്കളെ? 2 ടേംസ് വെച്ചിട്ടും ചെയ്തു. ഇനി മൂന്നാമത്തത് എങ്ങനെ വെച്ചിട്ട് ചെയ്യും? മൂന്നാമത്തത് എന്തായിരുന്നു? എസ് എൻ ഈസ് ഈക്വൽ ടു എന്താണ്? എ എൻ ബൈ 2 ഇൻറ്റു എൻ പ്ലസ് 1 ടു പ്ലസ് എൻ ബി എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലേ? നോക്കിക്കേ. ഇക്വേഷൻ നോക്കിക്കേ. ആര? എ എൻ, അതായത് എൻ ബൈ 2 ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു എൻ ബി. ഓക്കെ. പ്ലസ് എൻ ബി ആണ് കേട്ടോ. ഇക്വേഷന്റെ ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. എൻ ബി ആണ്.
ആ മിസ്റ്റേക്ക് ഒന്ന് ശ്രദ്ധിച്ചോളാം. എന്തായിരുന്നു? അത് പ്ലസ് ആണ്. സോ എനിക്ക് ഇവിടെ അത് പ്ലസ് ആണ് കേട്ടോ. ഓക്കെ, സോ ശ്രദ്ധിച്ചോളാം കേട്ടോ. ഓക്കെ, നമ്മളിവിടെ എഴുതിയത് ഇക്വേഷൻ ശരിയാണ്. ഓക്കെ, എ എൻ ഇസ് ഈക്വൽ ടു എൻ ബൈ 2 ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു പ്ലസ് എൻ പി എന്ന് പറയുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം കേട്ടോ. ഓക്കെ, ഇനി എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആണ്, മറന്നു പോകരുത്. കോമൺ ഡിഫറൻസ്, സോ കോമൺ ഡിഫറൻസ് 5 ആണ്. ഇൻറ്റു എൻ എന്ന് പറയുന്നത് എന്താ? 25 ടേംസ് ആണ്. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എൻ പ്ലസ് 1. എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്ലസ് 1 ഇസ് 25 പ്ലസ് 1 പ്ലസ് എൻ എന്ന് പറയുന്നത് വീണ്ടും എന്താ? 25 ഇൻറ്റു ബി. ബി എന്ന് പറയുന്നത് എന്താ? എഫ് മൈനസ് എ. എഫ് മൈനസ് എ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എത്രയാ? 11 മൈനസ് കോമൺ ഡിഫറൻസ് ഇക്വൽ ടു എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. എപ്പോഴും ശ്രദ്ധിക്കാം. 6 എന്ന് വരും. ഈ പ്ലസ് ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഇത് സോൾവ് ചെയ്യും. ഓക്കെ, 5 ഇൻറ്റു 25 25 ഇൻറ്റു 5 5 ഇൻറ്റു 5 25 5 ബാക്കി 2 കിട്ടും. 5 ഇൻറ്റു 2 10 is equal to 12 125. ഓക്കെ, 125 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 25 പ്ലസ് 1 എത്രയാണ്? 26 പ്ലസ് എന്താണ്? 26 25 ഇൻറ്റു 6. ഓക്കെ, 25 ഇൻറ്റു 6. ഓക്കെ, 30 0 ബാക്കി 3 2 ഇൻറ്റു 6 12 115. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ദാ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ 2ൽ 2 1 പ്രാവശ്യം 3 ടൈംസ്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? 125 ഇൻറ്റു 13 പ്ലസ് 150 എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി? 125 ഇൻറ്റു 13. ഓക്കെ, 5 ബാക്കി 1 6 7 ബാക്കി എന്ത് കിട്ടും? 3. ഓക്കെ, സോ 0 5 2 1. ഓക്കെ, 5 12 ബാക്കി 1 6. ഓക്കെ, 1625 പ്ലസ് 150 അല്ലേ? 150 ആണ് കേട്ടോ. സോ ഇതിന്റെ കൂടെ എന്ത് കൂടെ കൂട്ടുക? ഒരു 155 7 ഈക്വൽ ടു എത്ര കേട്ടോ? 177. ഓക്കെ, അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 177. മൂന്ന് മെത്തേഡിൽ ചെയ്തപ്പോഴും നമുക്ക് സെയിം ആൻസർ ആ കിട്ടിയത്. ഓക്കെ, സോ ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചൂസ് ചെയ്യാം. സോ ഞാൻ 3 മെത്തേഡ്സും കാണിച്ചു തന്നുകൊണ്ട് മാത്രം. ഓക്കെ ആണല്ലോ? സോ ഇത്രയാണ് സമ്മിനെ കുറിച്ച് പറയാൻ. സംഭവിച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാണ്ട് സിമ്പിൾ ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക? ഫോർമുല പഠിക്കുക, അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം നോക്കുക. ഓക്കെ ആണല്ലോ? സംഭവം വളരെ എളുപ്പമാണ് കേട്ടോ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സ്ട്രാ ഫോർമുലാസും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ എണ്ണുന്ന സംഖ്യ 1 2 3 അങ്ങനെയുള്ള സംഭവം. സോ അതിന്റെ സംഭവം കാണാൻ പാടുണ്ടോ സാറേ? കൂട്ടിയാൽ പോരെ. സോ സം ഓഫ് നാച്ചുറൽ നമ്പർ 50 നമ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞാലോ കുറച്ച് പാടാണ്. അപ്പോൾ ഈ 50 നമ്പേഴ്സ് വെച്ചിട്ടൊക്കെ എങ്ങനെയാ ചെയ്യാന്നുള്ളത് അതിനുള്ള ഫോർമുലയാണ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ, പഠിച്ചു വയ്ക്കുക. സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് ഈക്വൽ ടു n സ്ക്വയർ. സാർ ഈ n എന്ന് പറയുന്നത് എന്താ? എത്ര ടേം ഉണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 50 എന്ന് പറഞ്ഞാൽ 50 ടേംസ് ഉണ്ട്. സോ അതെങ്ങനെ ചെയ്യും? 50 ഇൻറ്റു 50 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ ആയി. ഓക്കെ, സം ഓഫ് ഓഡ് നമ്പേഴ്സ് ആണെങ്കിലോ എങ്ങനെ ചെയ്യും മക്കളെ? 50 ഓഡ് നമ്പേഴ്സ്, ഈ വരെയുള്ള അല്ലെങ്കിൽ 50 എത്ര എണ്ണമാണെന്ന് നോക്കിയിട്ട് 50 വരെയുള്ള എന്നല്ല പറയാം, 50 ഓഡ് നമ്പേഴ്സ്. സോ ഇസ് ഈക്വൽ ടു എന്ത്? 50 സ്ക്വയർ കണ്ടുപിടിച്ച അത്രയും ആൾക്കാർ. സം ഓഫ് ഈവൺ നമ്പേഴ്സ് ആണെങ്കിലോ എൻ സ്ക്വയർ പ്ലസ് എൻ. ഇതൊക്കെ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കാനുള്ള ഫോർമുലാസ് ആണ്. ഇതൊന്നും പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെ നമുക്ക് മറ്റേ സമ്മിന്റെ ഫോർമുല വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് കൊടുത്തു സ്ക്വയർ നമ്പേഴ്സിന്റെ സം, അതായത് 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ അങ്ങനെ അങ്ങനെ ആ സ്ക്വയർ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് കിട്ടാനാണ് 1/6 ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1 എന്ന് പറയുന്ന ഫോർമുല. ഇതൊന്ന് മക്കൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അതൊന്നും പഠിക്കണമെന്നില്ല. പക്ഷേ ഈ 3 ഫോർമുലാസ് നല്ലതാണ്. വെച്ച് കഴിഞ്ഞാൽ ചില ഭാഗത്തൊക്കെ ഉപകരിക്കും. ഓക്കെ, സോ അത് 3 കൂടെ പ്രോബ്ലംസ് ഞാൻ കാണിച്ചു തരാം. സം ഓഫ് ഫൈൻഡ് ദ സം ഓഫ് 25 നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? സോ S25 കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് എങ്ങനെയാ? n ഇൻറ്റു n പ്ലസ് 1 ബൈ, ഓക്കെ ആണല്ലോ? സോ നാച്ചുറൽ നമ്പേഴ്സ് അത്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് എത്ര എടുക്കണം? 25 എടുക്കണം. 25 ഇൻറ്റു
25 പ്ലസ് 1 ഡിവൈഡഡ് ബൈ അല്ലേ? സോ നമുക്ക് എഴുതാം 25 ഇൻറ്റു 26/, അല്ലേ? സോ ഇതും ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. ഇവിടെ 13. സോ 25 ഇൻറ്റു 13 ചെയ്താൽ നമുക്ക് എന്തായി ആൻസറായി. ഓക്കെ, 25 ഇൻറ്റു 13, 25, 5, 5, 1, 6, 7, ഓക്കെ, 0, 5, ഓക്കെ, 5, 12, 2, 3, 25 ആണല്ലോ. സോ ഇത് മറ്റേ ഫോർമുല വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? നോക്കി S25 കണ്ടുപിടിക്കണം. എന്താ? n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. നോക്കി, ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് 25 എടുക്കണം. ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് 25 എടുക്കണം. ടേമായിട്ട് ഏതെടുക്കും? 1, 2, 3, 4 അല്ലേ? 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ടാണ് ടേംസ് പോകുന്നത് അല്ലേ? 1, 2, 3, 4 പോകുമ്പോൾ അതിൽ കോമൺ ഡിഫറൻസും 1 ആണ്, ഫസ്റ്റ് ടേമും 1 ആണ്. അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ പറയട്ടെ, നമ്മളോട് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സം ഓഫ് 25 ഈവൺ നമ്പേഴ്സ്. ഈവൺ നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു മക്കളെ? n² പ്ലസ് n അല്ലേ? എത്രയാ? 25 സ്ക്വയർ പ്ലസ് 25 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ആൻസറായി 625 പ്ലസ് 25 ഈക്വൽ ടു 6. ഓക്കെ, 25ന്റെ സ്ക്വയർ ആണ് 625 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അങ്ങനെ കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് നിങ്ങളോട് പറഞ്ഞെങ്കിൽ സം ഓഫ് ഓഡ് 25 ഓഡ് നമ്പേഴ്സ് ആണ് എന്താ? n സ്ക്വയർ. ഡയറക്റ്റ് എന്ത് ചെയ്യുക? 25 സ്ക്വയർ 28 and 25 സ്ക്വയർ. ഓക്കെ, സോ ഇസ് ഈക്വൽ ടു 620. സോ ഇതൊക്കെ എളുപ്പവഴിക്ക് വേണ്ടിയുള്ള ചെറിയ ചെറിയ ഫോർമുലാസ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് ഇത് പഠിക്കണം നിർബന്ധമില്ല. പക്ഷേ ഏത് ഫോർമുലാസ് പഠിച്ചിരിക്കണം? ഈ 3 ഫോർമുലാസ് നിർബന്ധമായിട്ട് ആണല്ലോ. സോ ഇത്രയും കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? അരിത്മെറ്റിക് സീക്വൻസിൽ പഠിക്കാനുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ എന്ത് ചെയ്യണം? നമുക്കെല്ലാം 2 മൈനസ് x1ഉം പിന്നെ ഡിഫറൻസ് ഇൻ ടേംസ് ഡിവൈഡഡ് ബൈ ഡിഫറൻസ് പൊസിഷനും. ഓക്കെ, അത് കഴിഞ്ഞു നമ്മൾ എന്ത് ചെയ്തു? അടുത്തത് എടുത്തു. അടുത്തത് ഏതാ? സം ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ ഈവൺ ആണെങ്കിലും ഉള്ള സം ഓഫ് ടേംസ് നമ്മൾ പഠിച്ചു. സം ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേം. സം ഓഫ് ടേംസ് ഈവൺ ആണെങ്കിൽ സം ഓഫ് പെയേഴ്സ് ഇൻറ്റു നമ്പർ ഓഫ് പെയേഴ്സ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ നോക്കിയത് ഏതായിരുന്നു? ഓക്കെ, nth ടേം കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അത് 2 ഫോർമുല പഠിച്ചു. ഒന്ന് xn ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡിയും ഒന്നെന്ന് പറയുന്നത് an പ്ലസ് ഡിയും, വേർ b ഈസ് എഫ് മൈനസ് n എന്ന് പറയുന്നത്. b ഈസ് ഈക്വൽ ടു എഫ് മൈനസ് a എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അത് രണ്ടും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടുപിടിച്ച എന്താ? നമ്പർ ഓഫ് ടേംസ് ഇൻ അരിത്മെറ്റിക് സീക്വൻസിൽ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് ടേംസ് എത്രയാ? xn മൈനസ് x1 ബൈ d പ്ലസ് 1 എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ടേംസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആ പ്ലസ് 1 കൂട്ടേണ്ട കാര്യം ലാസ്റ്റ് കൂട്ടാൻ പാടുള്ളൂ എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കും. പിന്നെ സമ്മിന് നമ്മൾ 3 ഫോർമുല പഠിച്ചത്. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഒരു ഫോർമുല, n/2 ഇൻറ്റു xn പ്ലസ് x1 ഒരു ഫോർമുല, n/2 ഇൻറ്റു an/2 ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു എൻ ബി എന്ന് പറയുന്ന ഫോർമുല. അവിടെ പ്ലസ് ആണെന്നുള്ള കാര്യം മറന്നു പോകരുത് മക്കളെ. എനിക്ക് അവിടെ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. ഓക്കെ, സോ ഈ 3 ഫോർമുലാസ് പഠിക്കും. ഓഡ് നമ്പർ, ഈവൺ നമ്പർ, നാച്ചുറൽ നമ്പർ, ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോഴേക്കും നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. നല്ല എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ഏകദേശം ഒരു 20 മാർക്ക് മാക്സിമം പോർഷൻ ഓഫ് പേടി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് 20 മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി കുറച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വേണം, എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആവശ്യമാണ്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് കാണാം. മാത്സ് എങ്ങനെ സിമ്പിളായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്. ഓക്കെ, ബൈ.